ഇന്ന് നല്ലൊരു അരിപ്പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നേക്കുന്നത്. കുക്കറിൽ വെക്കുന്ന അരിപ്പായസം ഞാൻ നേരത്തെ ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് ഉരുളിയിൽ തന്നെ ചെയ്തെടുക്കുന്ന അരിപ്പായസമാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ അരിപ്പായസം വെക്കാൻ പോവുകയാണ്. അതിനു വേണ്ടി ഇതൊരു 500 ഗ്രാം ശർക്കരയാണ്. ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2.5 കപ്പ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ 1 കിലോയുടെ ശർക്കര എനിക്ക് വേണം. അതിനുവേണ്ടി ഇതിപ്പോൾ ഒരു പാക്കറ്റ് ഞാൻ വാങ്ങിച്ചാണ്. ഇത് വേറെ പാക്കറ്റിലത് ഞാൻ വാങ്ങിച്ചപ്പോൾ അതെല്ലാം കൂടെ 1 കിലോ ഞാൻ ആക്കിയെടുക്കാൻ പോവുകയാണ്. ഇതുപോലെ കളറുള്ള ശർക്കര, ഇതുപോലെയുള്ള കളറുള്ള ശർക്കര മേടിച്ചാലേ പായസങ്ങൾക്ക് നല്ല നിറം ഉണ്ടാകത്തുള്ളൂ. ഒരു വെളുത്തിരിക്കുന്ന പോലത്തെ അല്ലെങ്കിൽ ഒരു പിങ്ക് കളർ പോലത്തെ മേടിച്ചു കഴിഞ്ഞാൽ പായസവും ഇല്ല പിങ്ക് പാലയുടെ പോലെ ഇരിക്കും. ഇതേലത്തെ ശർക്കരയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടോട് മിക്സ് ചെയ്യും. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ശർക്കരയാണെങ്കിലും എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ 1 കിലോ ശർക്കരയുണ്ട്. അതിലേക്ക് ഞാൻ ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ചൂടുവെള്ളം തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. തിളക്കുമ്പോഴത്തേന് ഇതെല്ലാം മെൽറ്റ് ആയിക്കോളും. അപ്പോഴത്തേന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അരിച്ച് വെക്കണം. അപ്പോൾ നമ്മൾ അടപ്പായസത്തിന് വെച്ച പോലെ തന്നെയാണ് ഞാനിപ്പോൾ ഉരുളിയിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ കാഷ്യൂനട്ടും കിസ്മിസും തേങ്ങാക്കൊത്തും വറുത്ത് കോരാൻ പോവാണ്. ഒരുപാട് പാത്രമൊന്നും ആക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഉരുളിയിൽ തന്നെ ഈ കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ വറുത്ത് കോരുന്നത്. ചൂടുരുളി ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാം. കാഷ്യൂനട്ടും മൂത്തിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. അടുത്ത് നമുക്ക് തേങ്ങാക്കൊത്തിട്ട് വറുത്തെടുക്കാം. എല്ലാം ഇതൊക്കെ അളവെന്ന് പറയുന്നത് ആവശ്യത്തിനൊക്കെ എടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനൊക്കെ എടുക്കാം. കുറേശ്ശെ വീതം ഒരു 3 സ്പൂൺ വീതം എല്ലാം എടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. മൂത്തിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമുക്ക് ഈ ശർക്കര അരിച്ചെടുക്കണം. കല്ലും മണ്ണും അതിന് ഒരു പൊടികളോ അഴുക്കുകളോ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ അരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ 3 ഗ്ലാസ് വെള്ളം വെച്ച് ശർക്കര ഉരുക്കിയതാണ്. അപ്പോൾ 4.5 ഗ്ലാസ് ശർക്കരപ്പാനിയാണ് കിട്ടിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഏകദേശം 1 കപ്പ് മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കി ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന 3.5 ഗ്ലാസ് ശർക്കരപ്പാനി. ശർക്കര നല്ലതായിട്ട് തിളച്ച് വരുമ്പോഴത്തേന് പായസത്തിൻ്റെ അരി 1/2 കിലോ അരി ഞാൻ എടുത്ത് കഴുകി ഒരു 10 മിനിറ്റ് ഞാനൊന്ന് കുതിർത്ത് വെച്ചിരുന്നു. അത് ഞാനിപ്പോൾ ഈ ശർക്കരയിലോട്ട് തന്നെ ഇടുകയാണ്. അരി ഇങ്ങനെ ശർക്കരയിലിട്ട് തന്നെ വേവിക്കുകയാണ് കേട്ടോ. ഈ ഉരുളിക്ക് നല്ല ചൂടായതുകൊണ്ട് ഇത് വെന്ത് വന്നോളും. ഇതിന് തീ നല്ലതായിട്ട് കുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഹൈ ഫ്ലെയിമിലാണ് ഞാനിത് വെച്ചേക്കുന്നത്. കാരണം ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ശർക്കരയിൽ വെള്ളം വറ്റിയിട്ട് നമുക്കിതൊന്ന് വറ്റി കിട്ടണം. അല്ലെങ്കിൽ ചെറിയ തീയിൽ വെച്ചിരുന്ന് ഇത് അരി വേവിക്കാനായിട്ട് വെക്കുമ്പോഴത്തേന് ഈ പറയുന്നത് പോലെ അരിക്കൊരു മുറുക്കവും ഒരു കട്ടിയും കൂടുതലായിട്ട് വരും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഞാൻ വറ്റിച്ചെടുത്തിട്ട് വേഗം തന്നെ 3-ാം പാൽ ഒഴിക്കുകയാണ്. ശർക്കരയിൽ അധികം വേവില്ല കേട്ടോ അരി. ഞാൻ ഈ ശർക്കര പറ്റിച്ചെടുക്കുന്നതേ ഉള്ളൂ. ഈ ആദ്യത്തെ ഒരു ഘട്ടം ഇതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കുകയാണ്. ഇത് നല്ലതായിട്ട് വറ്റിച്ച് വരട്ടിയെടുക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് വറ്റി കഴിയുമ്പോഴത്തേന് നമുക്ക് 3-ാം പാൽ ഒഴിക്കണം. അപ്പോൾ നമുക്ക് 3-ാം പാൽ ഒഴിക്കാം. നല്ലതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ശർക്കരയിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. 3-ാം പാൽ ഒഴിക്കാം. 6 ഗ്ലാസ് 3-ാം പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൽ ഇത് പെട്ടെന്ന് തന്നെ വേവാൻ തുടങ്ങും. കാരണം ഉരുളിയൊക്കെ നല്ല ചൂടായിട്ടിരിക്കും. അപ്പോൾ ഇതിൽ കടന്ന് വേവട്ടെ. ഇതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ 3-ാം പാൽ ഒഴിച്ച് 10 മിനിറ്റിനകം അത് പെട്ടെന്ന് വെന്ത് വരുന്നത്. ഈ ഉരുളിയിലൊക്കെ വെച്ചിട്ട് എല്ലാവരും വിചാരിക്കും 3-4 മണിക്കൂർ വേണം ഗ്യാസിൽ വന്ന്. പക്ഷേ
നമ്മളൊരു ഇച്ചിരി സമയം വേണം എന്നുള്ളത് ശരിയാണ്, പക്ഷേ അതിൻ്റെ ഗുണം പായസത്തിലറിയാം. നല്ല സോഫ്റ്റായിട്ട് ഈ ചോറ് ഈ അരി അല്ലെങ്കിൽ വെന്ത് വരുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നല്ല മയമാണ്. പണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മിയാണെങ്കിൽ ഈ അരിപ്പായസം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പണ്ട് കുക്കറിലൊന്നും അടിച്ചതല്ല, നമ്മൾ അടുപ്പയിൽ തന്നെ വിറകടുപ്പയിൽ തന്നെ ഈ ശർക്കരയിൽ വേവിച്ചാണ് മമ്മി അരിപ്പായസം ഉണ്ടാക്കുക. അതിന് നല്ലൊരു രുചിയാണ്. പലയിടത്തുനിന്ന് ഞാൻ ഈ അരിപ്പായസം കഴിക്കുമ്പോൾ എനിക്ക് ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ഇവിടെയൊക്കെ വന്നപ്പോൾ ഞാൻ യുഎയിലൊക്കെ വന്നതിന് ശേഷം ആദ്യം ഞാൻ ഇതിന് മുമ്പ് ഒരു അരിപ്പായസത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കുക്കറിൽ അടിക്കുമ്പം ഇതിൻ്റെ ഒരു ഏകദേശ രുചി കിട്ടുന്ന ഒരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അതൊന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ കുക്കറിലാണെങ്കിലും ഇതിൻ്റെ ഏകദേശം ഒരു രുചി കിട്ടണമെങ്കിൽ ആ ഒരു രീതി ചെയ്താൽ മതി. പക്ഷേ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോഴാണ് ആ ഒരു രുചി കിട്ടുന്നത്. പക്ഷേ അതിനേക്കാട്ടിലും ഉപരിയായിട്ട് ഈ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പറ്റാത്ത രീതി തന്നെയാണ്. അപ്പോൾ മമ്മി വയ്ക്കുന്ന ആ ഒരു പായസത്തിൻ്റെ രുചി തന്നെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ഒരു പ്രയത്നം. അപ്പോൾ വർഷത്തിൽ ഒരിക്കലോ 2 വട്ടോ ഒരു ഒക്കേഷൻ വരുമ്പോൾ, ഒരു സദ്യ വരുമ്പം, ഒരു ഗസ്റ്റ് വരുമ്പം, അല്ല നമുക്ക് തന്നെ ഒന്ന് കുടിക്കാനായിട്ട് ഇതുപോലൊന്ന് ഇച്ചിരി മെനക്കെട്ടൊന്നൊക്കെ ഒന്ന് ചെയ്താൽ അതിൻ്റെ രുചിക്ക് വ്യത്യാസം തന്നെയാണ്. അപ്പോൾ അത് 3-ാം പാൽ ഒഴിച്ചിട്ട് അതും ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട്. കാരണം അതിനകത്ത് വെള്ളമല്ലേ, തേങ്ങാപ്പാലാന്ന് പറഞ്ഞാലും അതിൽ കൂടുതൽ വെള്ളം ചേർത്ത് ആ തേങ്ങയുടെ എക്സ്ട്രാക്ട് ഫുള്ള് പിഴിഞ്ഞെടുത്തിട്ടുള്ള ഇതാണ് 3-ാം പാൽ. അപ്പോൾ അതും നന്നായിട്ട് വറ്റിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 2-ാം പാലാണ്. ഇത് ഇച്ചിരൂടെ ഒന്ന് വറ്റി വരട്ടെ. കാരണം ഈ വറ്റി വരുമ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് കണക്ക് കിട്ടും, എത്ര ഒഴിക്കണം എന്നുള്ളതിൻ്റെ കണക്കും എല്ലാം നമുക്ക് മനസ്സിലാവും. ഇൻ കേസ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പാൽ ഇച്ചിരി കൂടുതലാണെങ്കിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ ഒരു ശകലം പാലോട് പെട്ടെന്ന് ചേർക്കണമെങ്കിൽ ചേർക്കാം. ഈ ഉരുളി എന്ന് പറഞ്ഞാൽ നല്ല ചൂടായി പഴുത്തിരിക്കുന്ന ഉരുളിയാണ്. അപ്പോൾ ആ ചൂട് തട്ടി തന്നെ ഇത് നന്നായിട്ട് വെന്തോളും. ഇതാണ്ടല്ലേ, ഇതേപോലെ പറ്റി വരുന്നുണ്ട്. ഇങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ആ വെള്ളമയം ഇങ്ങനെ കുറഞ്ഞു വരുന്നത് മനസ്സിലാവും. പിന്നെ വരണ്ട് വന്നിട്ടുണ്ട് നല്ലതായിട്ട്. ഇനി നമുക്ക് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കണം. 2-ാം പാൽ ഒഴിക്കാൻ പോകട്ടോ. ഇതൊരു 4 ഗ്ലാസ് 2-ാം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മൂന്ന് ടീസ്പൂൺ നെയ്യാണ് ഞാനിപ്പോൾ ഒഴിച്ചേക്കുന്നത്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല കുറുകനുള്ള പാലാണ്, നല്ല കട്ടി പാലാണ്. ഇതിപ്പോൾ എത്ര ഗ്ലാസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. രണ്ട് കപ്പ് 1-ാം പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് മിക്സാക്കാം. ഇത് നല്ല രുചിയായിട്ടുള്ള പായസമാണിത്. ഇതാ ഉരുളിയുടെ ചൂടിലിരുന്ന് വെന്തു. തീ വളരെ കുറച്ചിട്ട് വേവിച്ചെടുത്താലും ഇത് നല്ല രീതിയിൽ വെന്ത് കിട്ടും. 3-ാം പാൽ ഒഴിച്ചതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ് വേവിച്ചത്. കാരണം ഹൈ ഫ്ലെയിമിലിട്ടാലുണ്ടല്ലോ പെട്ടെന്ന് വെള്ളം വറ്റും. അപ്പോൾ പിന്നെയും നമുക്ക് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. നമ്മൾ ഒഴിച്ച തേങ്ങാപ്പാലിൽ ഇത് വെന്ത് കിട്ടാനായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വേവിച്ചത്. ഇനി 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളക്കരുതെന്നറിയാമല്ലോ, അതുകൊണ്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് വെക്കുന്നതുകൊണ്ട് തിളയ്ക്കുന്നില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.25 ടീസ്പൂണ് ചുക്കുപൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂണ് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണ് ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു
മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മുടെ പായസം ഏകദേശം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന കാഷ്യൂസും റേസിൻസും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം വേഗം ഓഫ് ചെയ്യാണ്. ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ കുഞ്ഞുനാളുകളിൽ വീട്ടിൽ ചെയ്യുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഈ അരിപ്പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതുതായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കണോട് പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ്, നല്ല റെസിപ്പീസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അടുത്ത നല്ല വീഡിയോയുമായി വരുന്നവരെ ബൈ ഫ്രം J&J ഫുഡ് വേൾഡ്.